അങ്ങനെ ആളെ യാത്രയാക്കിയിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ പ്രയോറിറ്റി പറഞ്ഞാൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുക. കാരണം ആൾ വിളിക്കും. അപ്പോഴേക്കും വീട്ടിലെ പണികൾ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിക്കും. വീട്ടിലെ പണിയാണെങ്കിൽ തീരൂല്ല. അടിച്ചു വാരാനും വാഷിംഗ് മെഷീനിൽ തുണിയിടാനും അതുപോലെ പാത്രം കഴുകാനും ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായി ചെയ്യില്ല. പണികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാവും ടി വി കാണാൻ തോന്നുക. ടി വി കാണാൻ നേരത്ത് വല്ല ചാനലും മാറ്റി ഇഷ്ടപ്പെട്ട ഷോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാവും ആളുടെ മെസ്സേജ് വരിക. ഹായ്, ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഫ്രീ അല്ല, ഞാൻ കുറച്ച് പണിയിലൊന്നും പറയാൻ വയ്യ. ഫ്രീ ആണ്, ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്നും പറയാൻ വയ്യ. ആളായിട്ട് ചാറ്റ് ചെയ്യും വേണം. ഇങ്ങനെ സംശയമുള്ള നേരത്താണ് ഞാൻ പിന്നെ വരാട്ടോ, ഞാൻ കുറച്ച് ബിസിയാണ്, രാത്രി സംസാരിക്കാൻ പറഞ്ഞ ആൾ പോവുക. അപ്പോൾ തീരുമാനിച്ചു രാത്രി വരുമ്പോഴേക്കും ഫ്രീ ആയിട്ടിരിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് വേഗം കൈയും കാലും കഴുകിയിട്ട് കുറച്ച് നേരം നാമം ചൊല്ലിയതിന് ശേഷം രാത്രിക്കുള്ള ഫുഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി എടുത്ത് ടി വിയുടെ മുമ്പിൽ നിന്നും സമയം പോകുന്നത് അറിഞ്ഞേയില്ല. ഒന്നും നോക്കിയില്ല, നേരെ പോയി കുക്ക് ചെയ്യുന്ന സമയത്ത് ആൾ വിളിക്കണം. കുക്ക് ചെയ്യണ വീഡിയോ കാണിച്ചു തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്ന വീഡിയോ അയച്ചു കൊടുക്കാനുള്ള നേരം കൂടി ഇല്ല, ഫുഡ് ഉണ്ടാക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് വേഗം ആളെ വീഡിയോ കോൾ ചെയ്ത് കുക്ക് ചെയ്യുന്നത് വലിയ കാര്യത്തിൽ നിന്ന് കാണിച്ചെടുക്കുകയാണ്.